ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. എത്രയും സ്നേഹമുള്ള വിശ്വാസികളുടെ സമൂഹമേ, എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം മുന്നുമേ അറിയിക്കട്ടെ. പരിശുദ്ധ സഭയുടെ ആരാധനാ സംവത്സരത്തിലെ ഏറ്റവും അനുഗ്രഹീതമായ നല്ല നാളുകളിലൂടെ ഞാനും നിങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ നോക്കിയാലും വലിയ മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നല്ല കാലയളവ്. ദേവാലയത്തെ സൂക്ഷിച്ച് നിരീക്ഷിക്കുമ്പോൾ കാണാൻ സാധിക്കും, അലങ്കാരങ്ങളും നിറങ്ങളൊക്കെ മാറി കറുപ്പിൻ്റെ നിറത്തിലേക്ക് മാറിയിരിക്കുകയാണ്. വേർപാടിൻ്റെ നിറമായ, മരണത്തിൻ്റെ നിറമായ കറുപ്പാണ് ഇപ്പോൾ എവിടെ നോക്കിയാലും കാണാനുള്ളൂ. ആരാധനയുടെ ആ ഗീതങ്ങളിൽ പോലും ഉണ്ട് മാറ്റം. നമുക്കറിയാം, ഉച്ചസ്ഥായിയിൽ പാടിക്കൊണ്ടിരുന്ന പാട്ടുകളൊക്കെ അനുതാപത്തിൻ്റെ നിറത്തിൽ കീഴ്സ്ഥായിയിൽ പാടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം തകിടം മറഞ്ഞിരിക്കുന്ന ഒരു നിമിഷങ്ങളിലൂടെ പോവുകയാണ്. കഴിഞ്ഞ ദിവസം വരെ ദേവാലയത്തിൻ്റെ മധ്യത്തിൽ നിന്നിരുന്ന ഗോൽഗോഥ ഇപ്പോഴിതാ മദ്ബഹായുടെ മുമ്പിലേക്ക് മാറി നിൽക്കുകയാണ്. എപ്പോഴും പ്രാർത്ഥനയ്ക്ക് തുറക്കുന്ന അതിവിശുദ്ധ സ്ഥലം ഇനി അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ തുറക്കുകയുള്ളൂ. മണിയിൽ പോലുമുണ്ട് മാറ്റം. ഒറ്റമണി മരണമണി മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ നോക്കിയാലും സഹനങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന, എവിടെ നോക്കിയാലും അനുതാപം നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ, കാലഘട്ടത്തിലൂടെ ഞാനും നിങ്ങളും കടന്നു പോവുകയാണ്. ഇപ്പോൾ നമ്മുടെ ശ്രദ്ധ എന്ന് പറയുന്നത് ഒരൊറ്റ കേന്ദ്രബിന്ദുവിലേക്കാണ്. അതെ, നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഈ ക്രൂശിലേക്ക്. പ്രിയമുള്ളവരെ, എന്താ ഈ ക്രൂശ് നമ്മോട് സംസാരിക്കുന്നത്? എന്താണ് ഈ ക്രൂശിൻ്റെ ഭാവമെന്ന് പറയുന്നത്? ഈ അടുത്ത കാലത്ത് എൻ്റെ അടുത്ത ഒരു സുഹൃത്ത്, ഞാനിപ്പോൾ ശുശ്രൂഷ ചെയ്യുന്ന ദേവാലയത്തിന് തൊട്ടടുത്തുള്ള ഒരു സുഹൃത്ത് എന്നോട് വന്ന് ചോദിച്ചു, അച്ഛാ, ഈ ക്രൂശ് എന്ന് പറയുന്നത് അതൊരു വിഗ്രഹമല്ലേ എന്ന്. പ്രിയമുള്ളവർ, അല്പം സംസ്കൃതമൊക്കെ മനസ്സിലാകുന്നത് കൊണ്ട് പറയട്ടെ, എന്താ ഈ വിഗ്രഹം എന്ന് പറഞ്ഞാൽ? വിശേഷാൽ ഗ്രഹിപ്പിക്കുന്നത് എന്തോ അതാണ് വിഗ്രഹം എന്ന് പറയുന്നത്. മറ്റൊന്നിനെ ഗ്രഹിപ്പിക്കുന്നതിനെയാണ് വിഗ്രഹം എന്ന് പറയുന്നതെങ്കിൽ ഈ ക്രൂശൊരു വിഗ്രഹം തന്നെയാണ്. ഇത് ഗ്രഹിപ്പിക്കുന്നത് ക്രിസ്തുവിനെയാണ്. പ്രിയമുള്ളവരെ, അനുഗ്രഹത്തിൻ്റെ, പീഡാനുഭവത്തിൻ്റെ ഈ 50 നോമ്പിൻ്റെ നല്ല കാലയളവ് കുറച്ച് സമയം നമുക്ക് ഈ ക്രൂശിലേക്കൊന്ന് നോക്കാം. എന്താണ് ഈ ക്രൂശിൻ്റെ ഭാവം? ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, തലകളെ വണങ്ങാം, നമുക്ക് ചേർന്നിങ്ങനെ പ്രാർത്ഥിക്കാം. ക്രൂശിന്മേൽ ക്രൂശിന്മേൽ കാണുന്ന ദാരിദാ, ക്രൂശിന്മേൽ ക്രൂശിന്മേൽ കാണുന്ന ദാരിദാ, പ്രാണനാഥൻ പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. പ്രാണനാഥൻ പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. കാരുണ്യവാനായ കർത്താവേ, അല്പസമയം നിൻ്റെ ക്രൂശിൻ്റെ നടുവിൽ ഞങ്ങൾ നിൽക്കപ്പെടുമ്പോൾ നിൻ്റെ കൃപയാൽ ഞങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ ദൂത് കാരുണ്യവാനെ നീ വാഴ്ത്തി വിളമ്പണമെന്നടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കാൽവരിയിൽ നീ ഞങ്ങൾക്ക് യാഗമായി തീർന്നതിൻ്റെ അനുഗ്രഹീതമായ ഓർമ്മയെ ഞങ്ങൾ കൊണ്ടാടുമ്പോൾ നീ എന്താണോ ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്, എന്താണോ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ലക്ഷ്യമിടുന്നത്, അതിലേക്ക് എത്തിച്ചേരുവാൻ തക്കവണ്ണമുള്ള പരിശുദ്ധാത്മാവിൻ്റെ കൃപയെ ഞങ്ങളിലേക്ക് അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ ക്രൂശിലേക്ക് നോക്കിക്കൊണ്ട് നിന്നെ കാണുവാനും നിന്നെ അറിയുവാനും നിന്നെ ചിന്തിക്കുവാനും കർത്താവെ ഇന്നത്തെ ദിവസം ഇടയാക്കി തീർക്കണമെന്നടി ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഒത്തിരി വട്ടം ക്രൂശാരോഹണത്തിൻ്റെയും കർത്താവെ ഒത്തിരി വട്ടം നോമ്പിൻ്റെയൊക്കെ കാലഘട്ടത്തിലൂടെ ഞങ്ങൾ കടന്നുപോയിട്ടുണ്ട്. എന്നാൽ ഞങ്ങളുടെ ജീവിതത്തിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ലല്ലോ ദൈവമേ. ഇന്നത്തെ ദിവസം സ്വയം ഒന്ന് തിരിച്ചറിയുവാനും നിൻ്റെ ക്രൂശിലേക്ക് നോക്കി നിൻ്റെ ഭാവം എന്തെന്ന് തിരിച്ചറിഞ്ഞ് ഞങ്ങളെ തന്നെ ഒന്ന് തിരുത്തുവാൻ ഞങ്ങളെ നീ ഇടയാക്കി തീർക്കണമെന്നടി ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. എന്നോടൊപ്പം കർത്താവെ വിവിധ ഭവനങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുക. കർത്താവെ, അടിയനോട് കൂടിയിരുന്ന് നിന്നെ മഹത്വപ്പെടുത്തുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ദൈവമേ, നീ ഞങ്ങളെ ഒന്ന് തൊടണമേ, ഞങ്ങളെ ഒന്ന് ശുദ്ധീകരിക്കണമേ എന്നടി ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. എഴുതുന്നൊരു കരം നിനക്കുണ്ടല്ലോ കർത്താവെ, ഞങ്ങളെ തന്നെ ഒന്ന് വിചിന്തനം ചെയ്യുവാൻ, ആ ക്രൂശിലേക്ക് നോക്കി ഒരു കണ്ണാടി എന്ന പോലെ ഞങ്ങളെ നോക്കുവാൻ തക്കവണ്ണം
ഇന്നത്തെ ദിവസം ഇടയാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായവരെയും പഠിക്കുന്ന കുഞ്ഞുങ്ങളെയും പ്രയാസം അനുഭവിക്കുന്നവരെയും കുടുംബജീവിതം നയിക്കുന്നവരെയും ഞങ്ങളുടെ സഭയെയും സഭയിലെ എല്ലാ വൈദികരെയും എല്ലാ ശുശ്രൂഷകരെയും ഞങ്ങളുടെ എപ്പിസ്കോപ്പന്മാരെയും ശ്രേഷ്ഠപിതാക്കന്മാരെയും ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ദൈവമേ, ഈ പീഡാനുഭവത്തിൻ്റെ നാളുകൾ നീ ഞങ്ങളിൽ കൊണ്ട് ഉദ്ദേശിക്കുന്ന നടപ്പിലാക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയാക്കി തീർക്കണമെന്നടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ കൂടി വരവൊരിക്കലും ഞങ്ങളുടേതായ ഉന്നമനത്തിന് വേണ്ടിയിട്ടല്ല കർത്താവേ, മറിച്ച് നിൻ്റെ തിരുനാമം മഹത്വപ്പെടുവാൻ തക്കവണ്ണം ഇടയാക്കി തീർക്കണമെന്നടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ ഞങ്ങളെല്ലാവരും സമർപ്പിക്കുക. ദൈവമേ, വചനം ശുശ്രൂഷിക്കുന്ന ഈ ബലഹീനനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്തു പറയണം, എങ്ങനെ പറയണം, അടിയൻ അറിവുള്ള കാര്യമല്ല കർത്താവേ. ക്രൂശിൻ്റെ മറവിൽ നിർത്തിക്കൊണ്ട് ഉചിതമായ ചിന്തകളെ നൽകി ആവശ്യമുള്ളത് മാത്രം സംസാരിപ്പാൻ ഈ ബലഹീനൻ്റെ നാവിനെ വിനിയോഗിക്കണമെന്നടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ ഞങ്ങളെല്ലാവരും സമർപ്പിക്കുക. ദൈവമേ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. പ്രിയമുള്ളവരെ, മുമ്പ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ എല്ലാം ശ്രദ്ധ ഇന്ന് ഈ ഗോൽഗോഥായിലേക്ക് പോവുകയാണ്. ആ ക്രൂശിൽ എന്ത് ഭാവമാണ് നമ്മോട് സംസാരിക്കുന്നത്? ഈ അനുഗ്രഹത്തിൻ്റെ നാളുകൾ എങ്ങനെയായിരിക്കണം ഞാനും നിങ്ങളും ക്രമപ്പെടുത്തേണ്ടതെന്ന് അല്പസമയം പ്രാർത്ഥനയോടുകൂടെ നിങ്ങളോടൊപ്പം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുക. എന്താണ് ക്രൂശിൻ്റെ ഒന്നാമത്തെ ഭാവം? ക്രൂശിൻ്റെ ഭാവം എന്താണ് എന്നറിയണമെങ്കിൽ ആ ക്രൂശിലൂടെ ഒന്ന് കടന്നു പോകാനായിട്ടിടയായിത്തീരണം. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്. പുറത്ത് ജോലിയുള്ള ഒരു പിതാവ് തൻ്റെ മക്കൾ നാട്ടിൽ ഭാര്യയോടൊപ്പം താമസിക്കുന്നു. തൻ്റെ കുഞ്ഞിന് തന്നെ അപ്പനെ ഒന്ന് അറിയണമെങ്കിൽ അമ്മയോട് പപ്പയെ ചോദിക്കുമ്പോൾ ഓടി കാണിച്ചു കൊടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അപ്പൻ്റെ ഒരു ഫോട്ടോ എടുത്ത് കുഞ്ഞിന് നേരെ കാണിച്ചിട്ട് പറയും, മകനെ മകളെ, ഇതാണ് നിൻ്റെ പിതാവ്, നിൻ്റെ അപ്പനെന്ന്. പപ്പയെ ഫോട്ടോയിലൂടെ കാണുമ്പോൾ ആ ഫോട്ടോയല്ല പിതാവ്, മറിച്ച് ആ ഫോട്ടോയിൽ കാണുന്ന ആ ഫോട്ടോയിലൂടെ കടന്നു പോയിട്ട് ആ അപ്പൻ തന്ന സ്നേഹത്തെ, അപ്പൻ്റെ പരിലാളനത്തെ, അപ്പൻ്റെ ലാളനയൊക്കെ നമ്മൾ ഓർക്കുമ്പോഴാണ് ആ പിതാവിനെ നമ്മൾ ദർശിക്കുന്നത്. ഇതുപോലെ ഈ ക്രൂശിലൂടെ ഒന്ന് കടന്നു പോകാൻ നമുക്കിടയാകട്ടെ. എന്താണ് ക്രൂശിൻ്റെ ഒന്നാമത്തെ ഭാവം? പ്രിയമുള്ളവരെ, കല്ലടാവ് മുതൽ കാൽവരി വരെയുള്ള ക്രിസ്തുവിൻ്റെ ചരിത്രമെന്ന് പറയുന്നത് സഹനത്തിൻ്റെ ചരിത്രമാണ്. ഒരു മനുഷ്യനെ ഈ ജീവിതത്തിൽ എത്രമാത്രം സഹിക്കാമെന്നും ആ സഹനങ്ങളെ എങ്ങനെ പുഞ്ചിരിയോടെ നേരിടാമെന്നെല്ലാം ക്രിസ്തുവിൻ്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു നിമിഷം ശാന്തമായ ഹൃദയത്തിൽ ആ ക്രൂശിലൂടെ ഒന്ന് കടന്നുപോയി ക്രിസ്തുവിൻ്റെ ചരിത്രത്തെ ഒന്ന് ഓർത്താൽ നമുക്ക് വ്യക്തമായത് മനസ്സിലാക്കാൻ സാധിക്കും. എത്രയോ വികാരതീവ്രമായ സഹനത്തിൻ്റെ നിമിഷങ്ങളിലൂടെ ക്രിസ്തു കടന്നുപോയതെന്ന് ഈ ഒരു നിമിഷമെങ്കിലും ഒന്ന് ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക. നമ്മളിങ്ങനെ കാണുന്നുണ്ട്, ഈ ക്രൂശിലേക്ക് നോക്കുമ്പോൾ 5000-ലധികം അടികളേറ്റ് വേദനയിൽ പൊളയുന്നൊരു ക്രിസ്തുവിനെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ലേ? പ്രിയമുള്ളവരെ, ചട്ടവാറ് കൊണ്ട് അടിയേറ്റ് പിടയുന്ന ക്രിസ്തുവിനെ ഒരു നിമിഷം ഒന്ന് ഹൃദയത്തിൽ ഒന്ന് കണ്ടേ. മാത്രമാണോ, തൻ്റെ കവിൾത്തടത്തിൽ തുപ്പലുകൾ ഏൽക്കുകയും അടിയേൽക്കുകയും തൻ്റെ വസ്ത്രം കീറി വിവസ്ത്രനായിട്ട് നാണക്കേടിൻ്റെ പര്യായമായി നിൽക്കുന്ന ക്രിസ്തുവിനെ ഒന്ന് ഹൃദയത്തിലൊന്ന് കാണാനായിട്ടിടയായിരിക്കെ. പിന്നെയും നമ്മൾ വായിക്കുന്നു, മനസ്സിലാക്കുന്നുണ്ട്, വലിയ മുൾക്കിരീടം തൻ്റെ തലയിൽ ചാർത്തിയിട്ട് അതടിച്ചു കയറ്റിയപ്പോൾ ഉണ്ടായ 19ഓളം വലിയ മുറിവുകളെ ആ ക്രിസ്തുവിൻ്റെ തലയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ലേ? മാത്രമാണോ, പിന്നെയും സഹനത്തിൻ്റെ വലിയൊരു കുരിശെടുത്ത് 50 കിലോയിലധികം ഭാരമുള്ള കുരിശെടുത്ത് തൻ്റെ തോളിൽ വച്ച് ആ വലിയ ഒരു മലയുടെ മുകളിലേക്ക് നടന്നു കയറുന്നതും പല സമയത്തവൻ മറഞ്ഞു വീഴുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അവസാനമായി കാണുന്നതോ ആ വലിയ ക്രൂശിൽ തൻ്റെ 2 കൈകളും ആണികളാൽ തറയ്ക്കപ്പെട്ട്. ചിന്തിക്കണമേ, ഈ കാലഘട്ടത്തിലെങ്കിലും നമ്മുടെ കൈയൊന്ന് മുറിയുമ്പോൾ, കയ്യിലൊരു മുള്ളു കൊള്ളുമ്പോഴുള്ള വേദനയൊന്ന് ഓർക്കണം. അങ്ങനെയെങ്കിൽ ഇത്രയേറെ ക്ഷീണിതനായിരിക്കുന്ന ക്രിസ്തുവിനെ ആ വലിയ മരത്തിലേക്ക് വലിയ ആണി കൊണ്ട് അടിക്കപ്പെട്ട് കിടക്കപ്പെടുന്ന, സഹനത്തിൻ്റെ പര്യായമായി കിടക്കുന്ന, സഹനത്തിൻ്റെ പാരമ്യതയെ ക്രൂശിൽ നമുക്ക് കാണാനായിട്ടിടയായിത്തീരണ്ടേ. ഈ ക്രൂശിൻ്റെ ഒന്നാമത്തെ ഭാവം സഹനത്തിൻ്റെ ഭാവമാണ്. ഈ ക്രൂശ് നൽകുന്ന ഒന്നാമത്തെ ഭാവം സഹനത്തിൻ്റെ ഭാവമാണ്. ഈ ലോക ജീവിതത്തിൽ എത്രയെല്ലാം സഹിക്കാം, അതിനെങ്ങനെ നേരിടണമെന്ന് ഈ ക്രൂശ് ഇന്ന് നമ്മോട് സംസാരിക്കുകയാണ്. ചോദിക്കട്ടെ, നമ്മോട് ചോദിക്കുന്നൊരു ചോദ്യം, ഈ കാലഘട്ടത്തിൽ ഈ ക്രൂശ് നിന്നെ വിളിക്കുന്നത് സഹനത്തിലേക്കാണെന്നുള്ള ബോധ്യം നിൻ്റെ ഹൃദയത്തിലുണ്ടാകണം. ഗത്സമന തോട്ടമൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ആ വലിയ വേദന താൻ അനുഭവിക്കാൻ പോകുന്നു എന്ന് അറിയുമ്പോഴും കഴിയുമെങ്കിൽ പിതാവേ, ഈ പാനപാത്രം എന്നിൽ നീക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ക്രിസ്തുവിനെ കാണുന്നുണ്ട്.
അതൊരു മനുഷ്യൻ്റെ ചിന്തകളാണെങ്കിൽ തൊട്ടടുത്ത നിമിഷത്തിൽ തന്നെ കർത്താവ് പറയുന്നൊരു വാക്ക്, എങ്കിലും എൻ്റെ ഹിതമല്ല നിൻ്റെ ഹിതം പോലെ നടക്കട്ടെ. ഒരു സഹനങ്ങളും മാറ്റാനുള്ളതല്ല പ്രിയമുള്ളവരെ. ഇന്ന് നമ്മളിപ്പോൾ നമ്മുടെ സഹനങ്ങളെ നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അതിനെ നമ്മൾ എങ്ങനെയാണ് ഫേസ് ചെയ്യുന്നതെന്നെല്ലാം ചിന്തിക്കുവാൻ ഈ നിമിഷം ഇടയായിത്തീരണം. ക്രൂശിലേക്ക് നോക്കി നിൻ്റെ സഹനങ്ങളെ, പ്രസംഗിക്കുന്ന എനിക്കും കെട്ടിയിരിക്കുന്ന നിങ്ങൾക്കൊക്കെ സഹനങ്ങളുണ്ട്. ഇതൊന്നും മാറാനുള്ളതല്ല, ഇതൊക്കെ മാറ്റുന്ന ദൈവമുണ്ട്. പക്ഷേ തന്നിരിക്കുന്ന സഹനങ്ങൾ നിന്നെക്കുറിച്ചുള്ള പദ്ധതിക്കാണെന്ന ബോധ്യത്തോടെ ക്രൂശിൻ്റെ സഹനത്തിലേക്ക് ചേർത്ത് വയ്ക്കുമ്പോൾ ഇതൊന്നും ഒന്നുമല്ലെന്ന് മനസ്സിലാക്കുവാൻ, അത് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കും. ഞാൻ 2 വ്യക്തികളെ ഒന്ന് പരിചയപ്പെടുത്തുക. ഒന്ന്, ലോകം മുഴുവൻ കീഴടക്കിയ, ദിഗ്വിജയം നേടിയ അലക്സാണ്ടർ ദ ഗ്രേറ്റ്, അലക്സാണ്ടർ ചക്രവർത്തി. എല്ലാം ഉണ്ടായിരുന്ന മനുഷ്യൻ. പ്രിയമുള്ളവരെ, ഏഷ്യ മൈനാർ വരെ വന്ന് സകലതും തൻ്റേതാക്കി മാറ്റിയ വലിയ മനുഷ്യൻ. പ്രിയമുള്ളവരെ, ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ശവമഞ്ജരത്തിൻ്റെ 2 സൈഡുകളിലേക്കും കരങ്ങളെ ഇട്ട് ഈ ലോകത്തിൽ നിന്ന് ഞാൻ ഒന്നും കൊണ്ടുപോകുന്നില്ല എന്ന് ലോകത്തിന് ഒരു സാക്ഷ്യത്തെ കൊടുത്തിട്ട് പോയ മനുഷ്യൻ. മറ്റൊരു വ്യക്തിയെ ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുക. ജിപ്സിയായി നടന്ന മനുഷ്യൻ, പരദേശിയായി നാടോടിയായി നടന്നൊരു മനുഷ്യൻ, കയറിക്കിടക്കാൻ ഒരു കൂരയില്ലാത്ത, മാറ്റിയെടുക്കാൻ വസ്ത്രമില്ലാതിരുന്നൊരു മനുഷ്യൻ. പക്ഷേ ഇഹലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് മുമ്പ് പറഞ്ഞു, സകലതും നിവൃത്തിയായി എന്ന്. അർത്ഥം എന്താണ്? നമുക്കിന്ന് എന്തുണ്ട് ഇല്ല എന്നുള്ളതല്ല, അതിനപ്പുറമായിട്ട് അതിനോടുള്ള നമ്മുടെ സമീപനം, അതാണ് നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കേണ്ടത്. ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. ആ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അത്തിവൃക്ഷം തളിർക്കുകയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഒലിവുമരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായേക്കും, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ പ്രതികൂലതകൾ എത്രയേറി വന്നാലും ഞാൻ ക്രിസ്തുവിൽ ആനന്ദിക്കുമെന്ന് പറയുവാൻ നമുക്കിടയായിത്തീരണം. അതിനെ പുഞ്ചിരിയോടെ നേരിടുവാൻ നമുക്കിടയായിത്തീരണം. ചോദിക്കട്ടെ, നമ്മളെങ്ങനെയാണ് നമ്മുടെ പ്രയാസങ്ങളെ, നമ്മുടെ സഹനങ്ങളെ നേരിടുന്നത്? ക്രിസ്തു നമ്മെ പഠിപ്പിച്ചു, നിൻ്റെ സഹനങ്ങൾ ക്രൂശിലിറക്കി വെക്കണം. ക്രൂശിലേക്ക് നോക്കുവാനിടയായിത്തീരണം. വലിയ സഹനങ്ങളെ സഹിച്ച ആ ചരിത്ര പുരുഷനിലേക്ക്, ആ ദൈവത്തിലേക്കൊന്ന് നോക്കി മുന്നോട്ട് പോകാൻ നമുക്കിടയാകണം. ക്രൂശിൻ്റെ 1-ാമത്തെ ഭാവം സഹനത്തിൻ്റെ ഭാവമാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ ജോലി ചെയ്യുന്ന കോളേജിൽ ഒരു കുഞ്ഞിനെ പരിചയപ്പെടാനായിട്ട് ഇടയായി. പ്രിയമുള്ളവരെ, ഇത്രയേറെ പ്രത്യാശയിൽ സംസാരിച്ചിട്ടുള്ള ഒരു കുഞ്ഞിനെ ഈ അടുത്ത കാലത്തൊന്നും പരിചയപ്പെടാൻ ബലഹീനനായി എനിക്ക് സാധിച്ചിട്ടില്ല. 10 സബ്ജക്റ്റിൽ ഒരെണ്ണത്തിന് ബി ആയി പോയതിന്, ഒരു സബ്ജക്റ്റിന് ഉദ്ദേശിച്ചേക്കാൾ മാർക്ക് കുറഞ്ഞു പോയതിന് ആത്മഹത്യക്ക് ശ്രമിച്ച കുഞ്ഞിനെ പരിചയപ്പെട്ടിട്ടുണ്ട്. തൻ്റെ ജീവിത പങ്കാളി ഒന്ന് ഉടക്കിയതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്ത വ്യക്തിയെ എനിക്ക് പരിചിതമാണ്. പ്രിയമുള്ളവരെ, സാമ്പത്തിക കെടുതിയിൽ വീണപ്പോൾ ഈ നാട് വിട്ടോടിപ്പോയ പലരെയും ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. എന്നാൽ തൻ്റെ ജീവിതത്തിൽ സഹനങ്ങൾ ഏറി വന്നപ്പോൾ ക്രിസ്തുവിനെ മുറുകെ പിടിച്ച അനേകരിൽ വെറും 16 വയസ്സുള്ളൊരു കുഞ്ഞിനെ പരിചയപ്പെട്ടത് വലിയൊരു ആശ്ചര്യമായി തീരാനിടയായി. ആ കൊച്ചിൻ്റെ പേര് പറയുന്നില്ല, മറിച്ചൊരു അതിൻ്റെ ഹിസ്റ്ററി പറയുകയാണെങ്കിൽ 12 വയസ്സിൽ അപ്പൻ്റെ മദ്യപാനത്തെ തുടർന്ന് മറ്റൊരു ജീവിതം തേടിപ്പോയൊരമ്മ. പ്രിയമുള്ളവരെ, 15 വയസ്സിൽ തൻ്റെ അപ്പൻ തന്നെ വിട്ട് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. തനിക്ക് ആകെ അത്താണിയായ ഒരു സഹോദരൻ, ബദിരനും മൂകനുമായ ഒരു സഹോദരന് കോലഞ്ചേരിക്കടുത്തുണ്ടായ വലിയൊരു അപകടത്തിൽ ആ മകൻ്റെ കൈയും മുറിച്ച് മാറ്റപ്പെടുകയുണ്ടായി. 5 സെൻറ്റ് സ്ഥലത്തിൽ താമസിക്കുന്ന വലിയ പരിതസ്ഥിതിയിൽ, അല്ലെങ്കിൽ വലിയ നിരാശയിലാകിപ്പോകേണ്ട ഒരു കുഞ്ഞായിരുന്നു. ആ കുഞ്ഞ് ഇന്ന് കൗൺസിലിംഗ് ഇരുന്നപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യം ഇങ്ങനെയുണ്ട്: എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ ജീവിതത്തെ മുന്നോട്ട് നടത്തുന്ന ഒരു ക്രിസ്തുവുണ്ട് എന്നുള്ളത്. എത്രയോ പ്രത്യാശയുടെ ശബ്ദമാണ് ആ കുഞ്ഞ് പറഞ്ഞത്. പ്രിയമുള്ളവരെ, ആ ക്രൂശിലേക്കൊന്ന് നോക്കിയിട്ട് എൻ്റെ സഹനമൊന്നുമല്ല എന്നൊന്ന് പറയാൻ നമുക്കിടയായിത്തീരണം. ക്രൂശിൻ്റെ 1-ാമത്തെ ഭാവമാണ് സഹനത്തിൻ്റെ ഭാവം. നമുക്കൊരു നിമിഷം ചേർന്നിങ്ങനെ പാടാം: പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്, എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ, എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ക്രൂശിൻ്റെ 1-ാമത്തെ ഭാവം സഹനത്തിൻ്റെ ഭാവം. 2-ാമത്തെ ചിന്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുക.
എന്താണ് ഈ ക്രൂശ് പറയുന്ന രണ്ടാമത്തെ ഭാവം, രണ്ടാമത്തെ ഉത്തരമെന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുക. അതെന്താണെന്ന് തിരിച്ചറിയണമെങ്കിൽ ഒരിക്കൽ കൂടി ആ ക്രൂശിലൂടെ ഒന്ന് യാത്ര ചെയ്യണം. പ്രിയമുള്ളവരെ, ഒന്ന് ചിന്തിച്ചേ, ആരാ ആ ക്രൂശിൽ കിടക്കുന്നത്? അവനെക്കുറിച്ച് പറയുന്ന ഒത്തിരി വാക്കുകളുണ്ട്. അവനെക്കുറിച്ച് പറയുന്ന ഒരു വാക്കാണ്, നന്മ മാത്രം ചെയ്തിട്ടുള്ള ഒരുവനാ ആ ക്രൂശിൽ കിടക്കുന്നത്. വിചാരണ നടത്തുന്ന പീലാത്തോസ് തന്നെ പറയുന്നു, ഇവനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല, ഒരു കുറ്റവും ചെയ്യാത്ത ഒരുവൻ ക്രൂശിൽ കിടക്കുകയാണ്. ഒന്ന് ഹൃദയത്തിലൊന്ന് കണ്ടേ. സുവിശേഷകൻ പറയുന്നുണ്ട്, ഗ്രാമം തോറും നടന്ന് നന്മ മാത്രം ചെയ്ത ഒരുവനാ ആ കിടക്കുന്നത്. ആ ക്രൂശിലേക്കൊന്ന് നോക്കാൻ നമുക്കിടയാകട്ടെ. നന്മ ചെയ്ത, ഒരു നിർദോഷവും ചെയ്യാത്ത, ഒരു ദോഷവും ചെയ്യാത്ത നിർദോഷിയായ ഒരുവൻ ക്രൂശിൽ കിടക്കുകയാണ്. വിശന്നവനോട് മനസ്സലിവ് തോന്നി ഭക്ഷണം കൊടുത്തൊരുവനായി കിടക്കുന്നത്. അശുദ്ധനും പൃഷ്ടനുമായി മറ്റുള്ളവർ മാറ്റി നിർത്തുന്ന കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കിയവനാ ആ കിടക്കുന്നത്. ഇനി അവൻ്റെ സംസാരം നോക്കിയാലോ, ശത്രുക്കളെപ്പോലും സ്നേഹിക്കണമെന്ന സ്നേഹ സന്ദേശം നൽകിയ ഒരുവനാ ക്രൂശിൽ കിടക്കുന്നത്. ഒന്ന് കാണാനിടയായി തീരട്ടെ. പിന്നെ എന്തിനാ ഇവൻ ഈ ക്രൂശിൽ കിടക്കുന്നത്? ഒരു കുറ്റവും ചെയ്തിട്ടില്ലാത്തവൻ സ്വന്തം കുറ്റങ്ങൾക്കോ പാപത്തിനോ വേണ്ടിയല്ല എന്ന് നമ്മൾ പഠിക്കുകയാണ്. കള്ളൻ അത് സാക്ഷ്യപ്പെടുത്തുന്നില്ലേ? ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായം 40-41 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, കള്ളൻ മറ്റേ കള്ളനോട് പറയുന്നത് ഇങ്ങനെയാണ്, നാമോ ന്യായമായിട്ടുള്ള ശിക്ഷ അനുഭവിക്കുന്നു, നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ നമുക്ക് കിട്ടിയത്. അടുത്ത ഭാഗത്തിൽ അവൻ പറയുന്നു, ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന്. അരുതാത്തതൊന്നും ചെയ്യാത്ത, പാപമൊന്നും ചെയ്യാത്ത ഒരുവൻ ഇങ്ങനെ ക്രൂശിൽ കിടക്കുന്നത് നമുക്കൊന്ന് കാണണം. പിന്നെ എന്തിനു വേണ്ടിയാ? പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടിയാണ്. നമ്മുടെ അകൃത്യങ്ങൾക്ക്, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തമായിട്ട് അവൻ ക്രൂശിൽ കിടക്കുന്നുവെന്ന് ഒന്ന് മനസ്സിലാക്കാൻ, എൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി അവൻ്റെ ജീവനെ കൊടുത്തു എന്നൊന്ന് മനസ്സിലാക്കുവാൻ നമുക്കിടയായിത്തീരണം. അതുകൊണ്ട് ക്രൂശിൻ്റെ രണ്ടാമത്തെ ഭാവം എന്ന് പറയുന്നത് ജീവൻ്റെ ഭാവമാണ്. ജീവൻ നൽകുന്ന ഭാവമാണ് ക്രിസ്തുവിൻ്റെ ഭാവം, ക്രൂശിൻ്റെ ഭാവം. ആ ക്രൂശിലേക്കൊന്ന് നോക്കിയിട്ട് എനിക്ക് വേണ്ടി, എൻ്റെ പാപത്തിനു വേണ്ടി അവൻ ബലിയായി തീർന്നു എന്ന് ഏറ്റുപറയുവാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമായി തീരണം. മർക്കോസിൻ്റെ രക്ഷാസുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 45-ാമത്തെ വാക്യം പറയുന്നുണ്ട്, മനുഷ്യപുത്രൻ ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകർക്കു വേണ്ടി തൻ്റെ ജീവനെ ബലിയായി നൽകുവാനുമായിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ ജീവനു വേണ്ടി, ഞാൻ ചെയ്ത പാപത്തിന് താതൻ്റെ കോപത്തെ മാറ്റുവാൻ വേണ്ടി അവൻ ലോകത്തിലേക്ക് കടന്നു വന്നുവെന്ന്, അതിനുവേണ്ടി അവൻ ക്രൂശിതനായി തീർന്നുവെന്നൊന്ന് വിശ്വസിക്കാൻ നമുക്ക് ഇടയായിത്തീരണം. ഇന്ന് ഈ വിശ്വാസം ക്രിസ്ത്യാനികളെക്കാൾ കൂടുതൽ അക്രൈസ്തവരിൽ കണ്ടുവരുന്നൊരു കാലഘട്ടമാണ്. പ്രിയമുള്ളവർ, എത്രയോ ആളുകളാണ് ക്രിസ്തുവിലേക്ക് അഭയപ്പെട്ടുകൊണ്ട് ഇന്ന് കടന്നു വരുന്നത്. അതിനർത്ഥമെന്ന് പറഞ്ഞാൽ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അത് നമ്മൾ പാടുന്നുണ്ട്. കെംതാ നമസ്കാരത്തിൽ, സന്ധ്യാപ്രാർത്ഥനയിൽ നമ്മളിങ്ങനെ പാടാറുണ്ട്, നീ കുറ്റം ചെയ്തതിനല്ലോ ഞാൻ കൊണ്ടടികൾ, ഏതൻ കനി നീ തിന്നതിനായി കയ്പും കുടിച്ചേന്നീ, നഗ്നതയാൽ നീലകൾ ചാർത്തി, നഗ്നതയോടെന്നെ അവർ തൂക്കി, ഞാൻ ചിന്തിയ രക്തത്താൽ പോയി കോപം താതൻ്റെ കോപം അവൻ ചിന്തിയ രക്തത്താൽ മാറിപ്പോയെന്ന് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും പാപത്തിന് പരിഹാരമായി അവൻ തീർന്നുവെന്ന ബോധ്യത്തിൽ ജീവിക്കാനിടയാകണം. അങ്ങനെയെങ്കിൽ എന്താ ഞാൻ അവന് പകരം കൊടുക്കേണ്ടതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എൻ്റെ ഹൃദയത്തെ ഒന്ന് കൊടുക്കാൻ. ഞാൻ കൊടുക്കുന്ന പണമോ ഞാൻ കൊടുക്കുന്ന മറ്റൊന്നുമല്ല അവൻ ആവശ്യം, മറിച്ച് എൻ്റെ ഹൃദയത്തെ നോക്കുന്ന, എന്നെ തന്നെ നോക്കുന്ന ഒരു ക്രിസ്തുവുണ്ട്. അവനിലേക്ക് എൻ്റെ ഹൃദയത്തെ കൊടുപ്പാൻ നമുക്കിടയായിത്തീരണം. ഞാൻ പകരം കൊടുക്കേണ്ടത് എന്നെ തന്നെയാണ് എന്നുള്ളൊരു ബോധ്യം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരാനായിട്ട് ഇടയായിത്തീരട്ടെ. ബറാബാസിനെ കുറിച്ച് ഇങ്ങനെ ഒരു ഭാഗം വായിക്കാനിടയായിട്ടുണ്ട്. ബറാബാസ് ആരാണെന്ന് നമുക്കറിയാം. ഹി വാസ് എ റോബർ എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുവനെ ഞങ്ങൾക്ക് വേണം. കുറ്റം ചെയ്യാത്ത ക്രിസ്തുവിനെ ക്രൂശിക്കുന്ന എല്ലാവരും ആഘോഷിക്കുക. പ്രിയമുള്ളവരെ, അങ്ങനെ അവർ പറയുമ്പോൾ ബറാബാസ് നോക്കി നിൽക്കുകയാണ്. ക്രിസ്തുവിനെ ചട്ടവാറിനടിച്ച്, അതെ, വലിയൊരു പീഡനത്തിന്, വലിയൊരു സഹനത്തിന് ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ ബറാബാസ് സ്വയം ചിന്തിക്കുക, അവൻ എന്ത് തെറ്റാണ് ചെയ്തത്?
എനിക്ക് വേണ്ടി അവൻ മരിച്ചു എന്ന് ബറാബാസ് മനസ്സിലാക്കുകയാണ്. തെളിയിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഞാൻ ഇങ്ങനെ ഒരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. അവനു വേണ്ടി ക്രിസ്തു മരിച്ചതിനാൽ പിന്നീടുള്ള ജീവിതം ബറാബാസ് ക്രിസ്തുവിന് വേണ്ടി മാറ്റിവെച്ചുവെന്ന്. പ്രിയമുള്ളവരെ, കഥ എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, എനിക്കും നിങ്ങൾക്കും വേണ്ടി അവൻ മരിച്ചുവെന്ന് പൂർണ്ണ ബോധ്യം കടന്നു വരുമ്പോൾ അവന് വേണ്ടി ജീവിപ്പാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ? ഈ കഷ്ടാനുഭവത്തിൻ്റെ നാളുകളെങ്കിലും നമുക്ക് അവനിലേക്കൊന്ന് തിരിക്കാൻ, മുന്നോട്ടുള്ള കാലഘട്ടം ഇപ്പോൾ എത്ര കഴിഞ്ഞുപോയി എന്നുള്ളത് മാറ്റിയിട്ട് ഇനിയെങ്കിലും നിർദോഷിയായ അവൻ മരിച്ചത് എനിക്ക് വേണ്ടിയാണ്, എൻ്റെ പാപത്തിന് വേണ്ടിയാണെന്ന ബോധ്യത്തിൽ അവന് വേണ്ടി ജീവിപ്പാൻ നമുക്കിടയാകണം. ഞാനിങ്ങനെ കഴിഞ്ഞ വർഷത്തെ പത്രത്തിൽ വായിച്ചു, 2017 ഈസ്റ്ററിന് അല്ലെങ്കിൽ ക്രിസ്മസിന് ഏറ്റവും കൂടുതൽ മദ്യം വിറ്റത് കേരളത്തിലാണ്. ഏറ്റവും കൂടുതൽ മദ്യം കഴിച്ചത് ക്രിസ്ത്യാനികളാണെന്ന് ഞാൻ കരുതുകയാണ്. 1,75,000 കോടി രൂപയുടെ മദ്യം ഈ കഴിഞ്ഞ ക്രിസ്മസിന് വിറ്റഴിഞ്ഞു. എന്താ പ്രിയമുള്ളവർ ഇതൊക്കെ നമ്മോട് പറയുന്നത്? ഈ അടുത്ത ദിവസം തന്നെ കടന്നു വരുന്ന ഈസ്റ്റർ, ഏറ്റവും കൂടുതൽ മദ്യം ഈ കേരളത്തിൽ ഒഴുകുമെന്നുള്ളതിൽ സംശയമില്ല. കത്തിരിക്കുകയാണ് പലരും. എന്താണ് കാരണം? ഇന്ന് നമ്മുടെ വിശ്വാസം സീസണലായി മാറിക്കൊണ്ടിരിക്കുക. ഈസ്റ്ററിൻ്റെ അന്ന് വിശ്വാസം തീർന്നു പോകുന്നൊരവസ്ഥ. നീ ക്രൂശിലേക്കൊന്ന് നോക്കണം. ഒരു സീസണിന് വേണ്ടിയിട്ടല്ല കർത്താവ് നിനക്ക് വേണ്ടി മരിച്ചത്, മറിച്ച് എൻ്റെയും നിങ്ങളുടെയും നിത്യജീവന് വേണ്ടി, എൻ്റെയും നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി എന്ന ബോധ്യത്തിൽ ഈ ആത്മീയ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്കിടയായിത്തീരണം. ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം എൻ്റെ ദേവാലയത്തിൽ എന്നോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തി എന്നോട് പറഞ്ഞൊരു കാര്യം ഞാനിങ്ങനെ ഓർക്കുകയാണ്. അദ്ദേഹം സരസമായ ഭാഷയിൽ, ഞാൻ ചിന്തിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം, വളരെ അടുത്ത ഒരു സുഹൃത്താണ്. അദ്ദേഹം വന്ന് എന്നോട് പറഞ്ഞു, അച്ഛാ, ഈ ഈസ്റ്റർ 1-ാം തീയതിയിൽ നിന്നൊന്ന് മാറ്റാൻ പറ്റുമോ എന്ന്. എനിക്ക് വളരെ ഒരു രസകരമായിട്ടത് തോന്നി. ഞാൻ ചോദിച്ചു, ഇപ്പം എന്തിനാ 1-ാം തീയതി നിന്ന് മാറ്റുന്നത്? അങ്ങനെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ്, 1-ാം തീയതി ഈസ്റ്റർ വന്നാൽ മദ്യം ലഭിക്കില്ല, അന്ന് ബാറുകളും ഷാപ്പുകളും അടവല്ലേ, അതുകൊണ്ട് ഒരു രസവും ഉണ്ടാവില്ല എന്ന് പറയുകയുണ്ടായി. കാര്യം തമാശയ്ക്ക് പറഞ്ഞതാണെങ്കിലും അതിലൊരു ചിന്തയില്ലേ പ്രിയമുള്ളവരെ? 1-ാം തീയതി, അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ഇതുവരെ നോക്കിയ നോമ്പുകൾ, ഇതുവരെ നമ്മൾ മാറ്റിയെടുത്ത കേട്ട വചനങ്ങൾ, ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ മാറ്റാമെന്ന് തീരുമാനമെടുത്തതെല്ലാം ആ ഒരു ദിവസത്തെ നമ്മുടെ ശാരീരികമായ ആവശ്യത്തിന്, ജഡികമായ താല്പര്യത്തിന് വേണ്ടി അടിയറവ് വയ്ക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന പലരും ഇരിപ്പുണ്ട്. പ്രിയമുള്ളവരെ, നീ ക്രൂശിലേക്കൊന്ന് നോക്ക്. നിനക്കും എനിക്കും വേണ്ടി അവൻ ക്രൂശിതനായി തീർന്നുവെന്ന് ചിന്തിക്കാൻ, നമ്മെ തന്നെ ഒന്ന് തിരുത്തുവാൻ ഇടയായി തീരട്ടെ. ക്രൂശിൻ്റെ 2-ാമത്തെ ഭാവം എന്ന് പറയുന്നത് ജീവൻ്റെ ഭാവമാണ്. ആ ജീവൻ്റെ ഭാവം നമ്മിലേക്ക് വരുവാൻ ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഈ ക്രൂശ് നമ്മെ പഠിപ്പിച്ച 2 കാര്യം ഞാൻ പങ്കുവച്ചു. 1 സഹനത്തിൻ്റെ ഭാവം, 2 ജീവൻ്റെ ഭാവം. ഒരു കഥ കൂടി പറഞ്ഞ വാക്കുകളെ നിർത്തട്ടെ. കുറച്ച് നാളുകൾക്ക് മുമ്പ് കേട്ട ഒരു കഥയാണ്. പ്രിയമുള്ളവർ, ഒരു കുഞ്ഞ്, ആ കുഞ്ഞിന് ഒരു കളിത്തോണി ഉണ്ടാക്കാൻ വലിയ ആഗ്രഹമാണ്. തൻ്റെ കയ്യിൽ കിട്ടിയതൊക്കെ ചേർത്ത് വെച്ച ആ ബാലൻ ഒരു കളിത്തോണി അങ്ങ് ഉണ്ടാക്കി. വളരെ ഭംഗിയായ, കാണാൻ നല്ല സൗന്ദര്യമുള്ള, അവനെക്കൊണ്ട് സാധിക്കുന്നതിൽ വെച്ച് ഏറ്റവും ഭംഗിയായി അവൻ നിർമ്മിച്ച ഒരു കളിത്തോണി. അത് കണ്ട് അവന് തന്നെ ഒരു സന്തോഷമുണ്ട്. അവൻ അതിനെ എടുത്ത് ഉമ്മ വയ്ക്കുന്നുണ്ട്. തൻ്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് ഓടിച്ചെന്നിട്ട് അവൻ പറയുകയാണ്, കണ്ടോടാ, ഇത് ഞാനുണ്ടാക്കിയ കളിത്തോണിയാണ്. എല്ലാവർക്കും സന്തോഷമായി. അത്ര ഭംഗിയാണ് ആ കളിത്തോണി കാണാൻ. കൂട്ടുകാരൊക്കെ കൂടിയിരുന്ന് ചെറിയൊരു തോടിൻ്റെ വക്കത്തിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കളിത്തോണി വെള്ളത്തിലൂടെ ഇങ്ങനെ ഒഴുക്കി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നനയ്ക്കാത്ത നേരത്ത് വളരെ വേഗത്തിൽ വെള്ളം ഒഴുകി വന്നു. കനാല് ബണ്ട് തുറന്നു, വെള്ളം വളരെ വേഗത്തിൽ ഒഴുകി വരികയാണ്. ഈ കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് കളിത്തോണി ആ വെള്ളത്തിലൂടെ ഇങ്ങനെ ഒഴുകിപ്പോയി. ഒത്തിരി സങ്കടമായി പോയി കുഞ്ഞിന്. അവൻ പുറകെ ഓടുന്നുണ്ട് കളിത്തോണിയെ പിടിക്കാൻ, പക്ഷെ അത് കിട്ടുന്നില്ല. എല്ലാവരും പരിശ്രമിക്കുന്നു, പക്ഷേ അത് ഒഴുക്കിൽപ്പെട്ട് കാണാമറയത്തേക്ക് അത് ഒഴുകിപ്പോയി. വളരെ പ്രയാസപ്പെട്ട കുഞ്ഞ് അന്ന് വീട്ടിലേക്ക് മടങ്ങി. രാത്രി മുഴുവൻ കരയുകയാണ്. കാരണം അവനുണ്ടാക്കിയ കളിത്തോണി അവന് നഷ്ടപ്പെട്ടു പോയി. പിറ്റേ ദിവസം രാവിലെ ഒരു സുഹൃത്ത് വന്ന് അവനോട് പറയുകയാണ്, നിൻ്റെയാണോ ആ കളിത്തോണി? അടുത്തുള്ള ഒരു അക്രിക്കടക്കാരൻ്റെ കടയിൽ ഇരിപ്പുണ്ട് എന്ന്. കേട്ട പാതി കേൾക്കാത്ത പാതി ചാടി എണീറ്റ് അവൻ ഓടുകയാണ്. അവൻ ഓടിച്ചെന്ന് നോക്കുമ്പോൾ ആക്രിക്കടക്കാരൻ്റെ മേളത്ത് തട്ടിൽ അവൻ്റെ ആ കൊച്ചു കളിത്തോണി ഇരിക്കുന്നത് അവൻ കാണുകയാണ്. അവൻ പറഞ്ഞു, ചേട്ടാ, അത് എൻ്റെ കളിത്തോണിയാണ്, അതെനിക്ക് തിരിച്ചു താട്ടെ. കടക്കാരൻ പറയുന്നുണ്ട്, നിൻ്റെയാണോ എന്നറിയില്ല, ഞാൻ പണം കൊടുത്താ വാങ്ങിയത്, പണം തന്നാൽ തിരികെ തരാമെന്ന്. പ്രിയമുള്ളവരെ, കുഞ്ഞു ബാലൻ്റെ കയ്യിൽ എവിടെയാ പണം? അവൻ തീരുമാനിച്ചു, അധ്വാനിക്കാൻ തീരുമാനിക്കുക. അവനെ കൊണ്ടാകുന്ന വേലയെല്ലാം ചെയ്യുന്നുണ്ട്. അവൻ പകൽ മുഴുവൻ ജോലിയെടുക്കുകയാണ്. വേർപ്പ് പൊടിയുന്നുണ്ട്. അവൻ്റെ കയ്യിൽ നിന്ന് രക്തം ഇറ്റിറ്റ് വീഴുന്നുണ്ട്. പക്ഷേ അവന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, അവൻ്റെ കളിത്തോണിയെ തിരികെ പിടിക്കണം. പ്രിയമുള്ളവരെ, വൈകുന്നേരമായപ്പോൾ അവൻ്റെ കയ്യിലേക്ക് കുറച്ച് പണം കിട്ടി. ആ പണമായിട്ട് അവൻ ഓടുകയാണ്. അവൻ ഓടിച്ചെന്ന് ആ ആക്രിക്കടക്കാരൻ്റെ കയ്യിലേക്ക് പണം കൊടുത്തിട്ട് പറഞ്ഞു, ചേട്ടാ, ഇതാ മുഴുവൻ പണവുമുണ്ട്, എനിക്ക് എൻ്റെ കളിത്തോണി തിരികെ വേണം. പ്രിയമുള്ളവരെ, പണം വാങ്ങിച്ച് ആ കടക്കാരൻ ആ കളിത്തോണി അവന് കൊടുക്കുന്നുണ്ട്.
കിട്ടിയ പാടെ ആ കളിത്തോണി എടുത്ത് തൻ്റെ ചങ്കിനോട് ചേർത്ത് നിർത്തിയിട്ട് അവൻ പറഞ്ഞു, ഇതെൻ്റെ കളിത്തോണിയാ, ഞാനിത് ആർക്കും വിട്ടുകൊടുക്കുകയില്ല, നീ എൻ്റേത് മാത്രമാണെന്ന് പറഞ്ഞ് അതിനെ അവൻ ഉമ്മ വെച്ചുകൊണ്ടിരിക്കുക. അവൻ ചേർത്ത് പറയുന്നൊരു വാക്കുമുണ്ട്, നീ 2 രീതിയിൽ എനിക്ക് സ്വന്തമാണ്. 1, ഈ കളിത്തോണി ഉണ്ടാക്കിയത് ഞാനാ ഇതിനെ സൃഷ്ടിച്ചത്. 2, നീ ഒഴുക്കിൽപ്പെട്ട് നഷ്ടപ്പെട്ടു പോയപ്പോൾ വില കൊടുത്താൽ നിന്നെ ഞാൻ വാങ്ങിയത്. പ്രിയമുള്ളവരെ, ആ കളിത്തോണിയെ ചുംബിച്ചുകൊണ്ട് അവൻ പറഞ്ഞ വാക്കുകൾ നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് ഏറ്റെടുക്കാം. 2 രീതിയിൽ ഈ കളിത്തോണി അവന് സ്വന്തമാണ്. 1, ഇതിനെ സൃഷ്ടിച്ചത് അവനാ. 2, നഷ്ടപ്പെട്ടു പോയപ്പോൾ വില കൊടുത്തവനത് വാങ്ങിയത്. ആ ബാലൻ നമ്മുടെ കർത്താവല്ലേ പ്രിയമുള്ളവരെ? ആ കളിത്തോണി ഞാനും നിങ്ങളുമായിട്ടൊന്ന് കണ്ടേ, ചിന്തിച്ചു നോക്കണം. നമ്മൾ 2 രീതിയിൽ അവന് സ്വന്തമല്ലേ? 1, എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചത് അവനല്ലേ? 2, ലോകത്തിൻ്റെ മോഹങ്ങളിൽ, ലോകത്തിൻ്റെ ആ ഒഴുക്കിൽപ്പെട്ടുകൊണ്ട് ഞാനും നിങ്ങൾ നഷ്ടപ്പെട്ടു പോയപ്പോൾ, ആ ഒഴുക്കിൽപ്പെട്ട് ഒഴുകിപ്പോയപ്പോൾ ജീവൻ വില കൊടുത്ത്, ജീവൻ മറുവിലയായി കൊടുത്തല്ലേ എന്നെയും നിങ്ങളെയും അവൻ തിരിച്ചു നേടിയത്. ആ ക്രിസ്തുവിലേക്ക് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ പീഡാനുഭവത്തിൻ്റെ നാളുകൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തിക്കൊണ്ട് ആ ക്രൂശിലേക്ക് നോക്കി നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. സഹനത്തിൻ്റെ ഭാവം, ജീവൻ്റെ ഭാവം, ഈ 2 ഭാവങ്ങളും നമ്മൾ നിഴലിച്ചുകൊണ്ട് ഇനി ആ ക്രിസ്തുവിന് വേണ്ടി നമുക്ക് ജീവിക്കാം. പ്രാർത്ഥനയോടെ ആയിരിക്കാം. കണ്ണുകളെ അടയ്ക്കാം. ചേർന്നിങ്ങനെ പാടാം. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനെ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനായി. കാരുണ്യവാനായ കർത്താവേ, പീഡാനുഭവത്തിൻ്റെ നല്ല നാളുകൾ നിന്നിലേക്ക് നോക്കുമ്പോൾ നീ അനുഭവിച്ച സഹനങ്ങളെ ഞങ്ങൾ മനസ്സിലാക്കുന്നു. യേശുവേ, നീ ഞങ്ങൾക്ക് വേണ്ടി സഹനം അനുഭവിച്ചെങ്കിൽ ഞങ്ങളുടെ ഈ ലോക ജീവിതത്തിൻ്റെ സഹനങ്ങൾ നിൻ്റെ ക്രൂശിലേക്ക് ഇറക്കി വെച്ച് പ്രത്യാശയോടെ ഞങ്ങൾ ജീവിക്കുമെന്ന് തീരുമാനമെടുക്കുന്നു. ക്രൂശിലേക്ക് നോക്കുമ്പോൾ ജീവൻ്റെ ഭാവത്തെ ഞങ്ങൾ കണ്ടെങ്കിൽ, നിർദോഷിയായി നീ ഞങ്ങൾക്ക് വേണ്ടി മരിച്ചെങ്കിൽ ഇനിയുള്ള ഞങ്ങളുടെ ജീവിതം നിനക്കായി ജീവിക്കുമെന്ന പൂർണ്ണ ബോധ്യത്തിൽ ഞങ്ങളായിരിക്കുന്ന കർത്താവേ, ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. എടുത്ത തീരുമാനത്തിൽ മുന്നോട്ട് പോകാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ വിട്ടുപോകുന്ന ഭവനങ്ങൾ, കർത്താവേ, ഞങ്ങളുടെ എല്ലാ കൂടപ്പിറപ്പുകൾ, ഞങ്ങളുടെ എല്ലാ പ്രവർത്തന പന്താവ്, ഞങ്ങളുടെ ജീവിത പങ്കാളി, ദാനമായി തന്ന കുഞ്ഞുങ്ങൾ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഏവരെയും സമർപ്പിക്കുക കർത്താവേ. ഈ നല്ല കാലഘട്ടം ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹത്തിനായി തീർക്കണമേ. നിൻ്റെ കാൽവരിയുടെ യാഗം ഞങ്ങൾക്കാണെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെ മുന്നോട്ട് പോകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ. ആമേൻ. Maria.